നമസ്കാരം, ക്യൂരിയോസിറ്റി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് സ്വിച്ച് കേസ് ബ്രേക്ക്, ഈ 3 കീവേഡുകളാണ്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ്. ഇത് സ്വിച്ച് കേസ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഈഫ് കണ്ടീഷൻ പോലെ തന്നെയാണ്, പക്ഷേ ഈഫ് കണ്ടീഷനിലുള്ള എല്ലാ ഫംഗ്ഷനുകളും സ്വിച്ച് കേസിൽ വർക്ക് ചെയ്യില്ല. ഇപ്പോൾ നമുക്കൊരു ന്യൂമറിക് വാല്യൂ ഒക്കെ ആണെന്നുള്ളത്, ഇപ്പോൾ ഒരു 4 കണ്ടീഷൻ കൊടുത്തിട്ട് ആ 4 കണ്ടീഷനകത്ത് ഓരോ കണ്ടീഷനും ഇന്നതാണെങ്കിൽ ഇന്നത് ചെയ്യുമെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് ഈഫ് കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ഈ ന്യൂമറിക് വാല്യൂ അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതിൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ന്യൂമറിക് വാല്യൂ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് ഒന്ന് ചെയ്ത് നോക്കാം. കോഡ് ബ്ലോക്ക് എടുക്കാം. ഫയൽ, ന്യൂ പ്രൊജക്റ്റ്, കൺസോൾ ആപ്ലിക്കേഷൻ, ഗോ, നെക്സ്റ്റ്, സി, നെക്സ്റ്റ്, SWITCH, സ്വിച്ച് കേസ്. ഓക്കെ, നമുക്കൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഹലോ വേൾഡ് എന്ന് പ്രിൻ്റായി. ക്ലോസ് ചെയ്ത് കളഞ്ഞു. നമുക്ക് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റ് I ഈക്വൽ ടു 20 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മൾ സ്വിച്ച് എന്നുള്ള കീവേഡ് ഉപയോഗിക്കാൻ നമ്മൾ പോവാണ്. SWITCH, സ്വിച്ച്. ഒരു സാധാരണ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ ഐയുടെ വാല്യൂ 20 എന്ന് കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ ഐ എന്താന്ന് കൊടുക്കുക. അവിടെ തെറ്റിപ്പോയതാണ്. ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ കേസ് എന്ന് കൊടുത്തു. അവിടെ നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിലവിൽ ഐയുടെ വാല്യൂ 20 ആണ്, അതുകൊണ്ട് 20 എന്ന് കൊടുത്തു. എന്നിട്ട് സെമി കോളൻ അല്ല, ഫുൾ കോളം കൊടുക്കുക. ഫുൾ കോളം കൊടുക്കുക. താഴേക്ക് വരിക, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് printf എന്നുള്ള കമാൻഡ് അവിടെ കൊടുക്കാം. കട്ട്. ക്യൂരിയോസിറ്റി. ഓക്കെ, നമുക്കൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ക്യൂരിയോസിറ്റി നിന്ന് ബിൽഡായി, പ്രിൻ്റായി. ഓക്കെ, നമുക്കൊരു കണ്ടീഷണൽ കൊടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു കണ്ടീഷനാണ് കൊടുത്താൽ അടുത്തൊരു കണ്ടീഷണൽ കൊടുത്ത് നോക്കാം. കോപ്പി. നമുക്കൊരു 4 കണ്ടീഷൻ കൊടുത്തു. നമ്മളിത് 1288 എന്ന് കൊടുത്തു, 2400 എന്ന് കൊടുത്തു, 420 എന്ന് കൊടുത്തു. നമ്മൾ യൂട്യൂബ്, KERL, കേരള, ഇന്ത്യ, INDIA. ഓക്കെ, ഓരോ കേസും വരുമ്പോൾ, അതായത് ഐയുടെ വാല്യൂ ഓരോ കേസും വരുമ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം എല്ലാം പ്രിൻ്റായി. അതിനകത്ത് നമുക്ക് ഏതാണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇപ്പം എല്ലാം വർക്ക് ചെയ്തു. അത് സ്വിച്ച് കേസിനകത്ത് ഐയുടെ വാല്യൂ എന്താണെന്ന് നോക്കാതെ ഇത് മൊത്തം പ്രിൻ്റായി. അപ്പം നമ്മൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ബ്രേക്ക് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ എന്ത് ഫംഗ്ഷൻ എഴുതുവാണെങ്കിലും, ഇപ്പോൾ ഒരു LCD പ്രിൻ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എഴുതുവാണെങ്കിൽ തന്നെ ആ ഫംഗ്ഷൻ കഴിയുമ്പം തന്നെ അതിനകത്ത് പുറത്ത് പോകാൻ വേണ്ടിയുള്ളൊരു കീവേഡാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. നമ്മൾ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു കീവേഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി നമുക്കൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാം.
ഇപ്പോൾ ക്യൂരിയോസിറ്റി മാത്രമേ വന്നുള്ളൂ. കാരണം ഈ 20 എന്ന് പറയുന്ന കേസ് മാത്രമേ ഇപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ക്യൂരിയോസിറ്റി എന്ന് വന്നത്. ഇനി നമ്മളിത് ചേഞ്ച് ചെയ്ത് നോക്കണം. 1288 കൊടുത്ത് നോക്കാം. 1288 നമുക്ക് ഏതാ പ്രിൻ്റ് ആവുന്നത് നോക്കാം. കണ്ടോ, 1288ൻ്റെ കേസിലേക്ക് വന്നു. ഇനി നമുക്ക് 2400 നോക്കാം. 2400 കേരള, 2400 കേരള വന്നു. അടുത്ത നമുക്ക് ഏതാ നോക്കണം? 420. ഓക്കെ, ഇന്ത്യ എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സ്വിച്ച് കേസും ബ്രേക്കും വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ബ്രേക്ക് എന്നുള്ള കീവേഡ് എല്ലാവരും എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. നിലവിൽ അത് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് എഴുതിയെന്നോർത്ത് അതിനൊരു സിംപ്ലിസിറ്റി വൽക്കരിക്കണ്ട. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചില പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ LCD സ്ക്രീൻ, ഇപ്പം നമ്മളൊരു കാര്യം പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനകത്ത് നിന്ന് എക്സിറ്റ് ആവാതെ ജസ്റ്റ് പുറത്തേക്ക് വന്നിട്ട് വേറൊരു പ്രിൻ്റ് കൊടുക്കുന്ന സമയത്ത് നേരത്തെ അവിടെ എന്താണോ പ്രിൻ്റ് ചെയ്തിരുന്നത് അതവിടെ വീണ്ടും കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളവിടെ ബ്രേക്ക് എന്നുള്ള കീവേഡ് ഇപ്പോൾ ഇന്നതാണെങ്കിൽ അടുത്ത ഒരു പിന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരു 1 അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 0 അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് വെളിവാ, ആ ഒരു ആ ഒരു കേളി ബ്രാക്കറ്റിനുള്ളിൽ നിന്നേ പുറത്തേക്ക് വാ എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ചിൻ്റെ ഈ ബ്രാക്കറ്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വാ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ എവിടെ കൊടുക്കുന്നോ, ബ്രേക്ക് എവിടെ കൊടുക്കുന്നോ അവിടെ നിന്നാണ് ഇപ്പം നിലവിൽ ഈ കണ്ടീഷന് പുറത്ത് വരാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഈ കേസിൻ്റെ കണ്ടീഷന് പുറത്തേക്ക് വരാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇതാണ് ഈ 420 ആണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കേസിൻ്റെ കണ്ടീഷനിൽ നിന്ന് പുറത്തേക്ക് ഇവിടേക്ക് വരും, അതായത് ഈ സ്വിച്ച് കേസിൻ്റെ ഉള്ളിലേക്ക് വരും. ഇനി അതല്ല, നമ്മൾ ഈ സ്വിച്ച് കേസിൻ്റെ ഇവിടെയാണ് ബ്രേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ ബ്രേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കേളി ബ്രാക്കറ്റിന് പുറത്തേക്ക് പോകും. നമ്മൾ ചെയ്ത് നോക്കാം, എല്ലാവരും ചെയ്ത് നോക്കാം. ചെയ്ത് പഠിച്ചാൽ അത് കറക്റ്റ് ആവുള്ളൂ. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു കീവേഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കീവേഡാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് ഇപ്പോൾ LCD സ്ക്രീനിലൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് ഈ ബ്രേക്ക് എന്നുള്ള കീവേഡ് ഉപയോഗിച്ച് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.